ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽവേഡിൻ്റെ മറ്റേ സുമോണിങ് അൽത്താറിൻ്റെ മൂന്നാമത്തെ ബോസിനെ അടിക്കുന്ന വീഡിയോ ആണ്. ബോസിനെ അടിക്കാൻ മീൻസ് കൊല്ലാൻ പറ്റില്ല തോന്നണില്ല, പക്ഷെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിസൈൽ ലോഞ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത്. ബ്ലസാമുട്ട് റിയോ ആണ്. മറ്റേത് രണ്ടും ബെല്ലനോയർ ആയിരുന്നു, ഇത് ബ്ലസാമുട്ടാണ്. 55 ലെവലുള്ള ബോസാണ് വരിക, അതാണ് എനിക്കൊരു പേടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഏതിനോട് ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഈ ബുക്കാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത്. ഇത് ബ്ലസാമുട്ട് സ്ലാബ് ഉണ്ടാക്കിയ ടൈം ഉണ്ടാക്കണം. കുറച്ച് ആൾക്കാർ വേണില്ല. ഇതിലായതുകൊണ്ട് സ്ലോ ആയിരിക്കും കേട്ടാ. എന്തായാലും സാധനം ഉണ്ടാക്കട്ടെ. നിങ്ങളപ്പത്തിന് ലൈക്കൊക്കെ അടിക്കുക. എല്ലാവരും സബ്ബൊക്കെ ചെയ്തിട്ട് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലേ. ബെല്ലനോയ്സ് ഇതായിരുന്നു, ബെല്ലനോയർ എന്തോ ഒരു സാധനമായിരുന്നു. ലിബറോനെ പിടിക്കാനല്ല കൊല്ലാൻ പറ്റില്ല. ലാസ്റ്റ് ടൈമിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒറ്റക്കുമാണ് കേട്ടോ. എനിക്ക് ഇതിനെയും പിടിക്കാൻ പറ്റുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങോട്ട് പോയി അടിക്കുന്നേ. ഓക്കെ, ബുക്ക് കിട്ടി. പോവാം. അയ്യോ, ആരുമില്ലല്ലോ പോവാന്ന് പറയാൻ. വിസ്മൻ്റെ പാസ് കഴിഞ്ഞു, എക്സ്പോസ്. അപ്പോൾ അവന് കയറാൻ പറ്റിയില്ല. നമുക്ക് പോയിട്ട് എന്തായാലും അങ്ങോട്ട് എടുക്കാം അവനെ തോന്നണ്. അയ്യോ, അൽത്താർ ഒരു എഗ്ഗല്ലായിരിക്കുന്നത്. എടേ ഇത്രയും കാണണില്ല ഈ എഗ്ഗ് ഇവിടെ. നാല് സെക്കൻഡ് പരിപാടി. ഓക്കെ, ബുക്ക് വെച്ച്. പക്ഷേ ആളെ വിളിക്കണക്കാട്ടി മുമ്പേ നമുക്കിവിടെ കുറച്ച് മെയിൻ ബോസിനെ ഇറക്കി വിടാം. അയ്യോ, മെയിൻ ബോസ് ഇല്ല. വെയിറ്റ് നമ്മളെ ജോലി എടുക്കുക മെയിൻ ബോസുകൾ. അതിനകത്ത് നമ്മളെ എഗ്ഗ് ഹാച്ച് ചെയ്യുന്നൊരു വീഡിയോ എടുത്തായിരുന്നു, അത് അടുത്ത വീഡിയോ ഇട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൈത്ത പാൽസിനെ മൊത്തം ഞാൻ ഇവിടെ കൊടുന്നിട്ടിരിക്കുക. അത് കിടക്കുന്നു ഒരു കൂട്ടിൽ 5-6 വെച്ചിട്ട്. മക്കളെ വാടാ, എല്ലാത്തിനും ഞാൻ അവിടെ കൊണ്ടുപോയിടാൻ പോയി. ബോസിനെ പറക്കെടുക്കേണ്ടി വരും മിക്കാറോ. ആന ഇരുന്നോട്ടെ, ആവശ്യം വരും. ഇവനാണ് കേട്ടോ, ഇതാണ് ഇതിന്റെ വലിയ ആളാണ് വരുന്നത്. അപ്പൊ നിന്നിരുന്നില്ല മസിൽ അടിച്ചിട്ട് അവന്റെ വലുത്. അതാരടാ പുറത്ത് നിന്ന്? ഓ, നമ്മളാൾ തന്നെയാണ് കേട്ടാ. ഇത്ര ആൾക്കാർ കിടക്കുന്നോണ്ട് പുറത്ത് പോയതാ. അപ്പൊ നമുക്ക് എല്ലാരും എടുക്കാം. നല്ല കത്തലുണ്ടല്ലോ. ഓക്കെ, ബോസ് ഇനിയുണ്ടോ? നമുക്ക് ഹാച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി ബോസിനെ കിട്ടിയിരുന്നു. അതൊക്കെ സാധാ അല്ലേ. 5 മിക്കാറും അവിടെ കിടന്ന കയറട്ടെ. ഇതിൻ്റെ ബോസിനെ കിട്ടി കേട്ടോ നമുക്ക് ഹാച്ച് ചെയ്തപ്പോൾ. മറ്റേ വെള്ളാന മാത്രമല്ല, നമുക്ക് എല്ലാത്തിൻ്റെയും ഏറെക്കുറെ ഇത് കിട്ടി, ബോസിനെ കിട്ടി. ഓക്കെ, സെറ്റ്. നമുക്ക് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അടി തുടങ്ങാൻ നേരെ ഇവരെ പോയിട്ട് ഇറക്കി വിടുന്നു, അടി തുടങ്ങുന്നു. അയ്യോ, അതല്ല നമ്മളെ ബേസ്. ഇത് നമ്മളെ ക്രൂഡ് ഓയിലിൻ്റെ പുതിയ ബേസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, അപ്പോൾ അഴിച്ചു വിടട്ടെ എല്ലാത്തിനും. ഇത്ര ആൾക്കാർ ആദ്യം ഇറങ്ങട്ടെ. നമുക്കെന്തായാലും വിളിച്ചു വരുത്താൻ പോവാണ് ഞാൻ. അയ്യോ, എൻ്റെ പൊന്നോ, വലിപ്പം കണ്ടവൻ്റെ. പണിന്നിട്ട് കേട്ടോ അവനെ. പുതിയ സാധനമാണത്. കിട്ടുവനെ. ഈ അടി കണ്ടിട്ട് എനിക്കൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ട് കേട്ടാ. ഒരു മിനിറ്റിൽ ഒരു 50,000 വെച്ച് കുറക്കണം, എന്നാലേ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നോ,
ഒരെണ്ണത്തിനെ കൊന്നു തോന്നുന്നു. ഇവനാണ് അതിന്റെ ചെറുത്. എടാ എന്റെ പാൽ ബോക്സ് എവിടെ? ആ കത്തുവാണ് കേട്ടോ വേറെ ആരോ. അയ്യോ ചത്ത്. കാര്യം ചെയ്യും, നിങ്ങളൊക്കെ പോയി അടി. പറ്റൊരാളുണ്ട് മക്കളെ. 4 ചോർമുട്ടയുടെ അടിയടാ. ചോർമുണ്ടോടല്ല തെറിച്ചു വീണത്. ഓക്കെ ആ ചോർമുണ്ടോടൊക്കെ ചത്ത് കേട്ടാ. എല്ലാത്തിൻ്റെ കാര്യം തീരുമാനമായ. എടാ എന്നെ വെറുതെ, ഞാൻ വെറുതെ വെക്കലടാ. എന്നെ എന്തിനാ അടിക്കുന്നവന്? പന്നക്ക് എടാ ഇവനെ കിട്ടില്ലടാ. ഞാൻ 5-6 മിസൈൽ എടുത്തിട്ടെ. അവനടിക്കാനും ചുരുങ്ങിയതൊരു 4 ആൾക്കാരും വേണം കേട്ടാ. പോയി പോയി തീർന്നാ. ഈ അനുഭവിച്ചൊന്നും നോക്കിക്കുന്നു. അടിയട കൊത്തരപ്പാ. അപ്പൊ ചാവൂല. പോരാ, മിസൈൽ ലോഞ്ചർ വെച്ചിട്ടൊന്നും ആവുന്നില്ല ചേട്ടാ. ചത്ത് അതും തീർന്ന്. തിരിച്ചു വരാൻ പറ്റണോ ഇവിടെ? ഇവിടുത്തെ അടി കഴിഞ്ഞില്ലേ?
വരും ഞാൻ. ടൈം കഴിയുന്നത് വരെ ഞാൻ അടിക്കും. അയ്യോ അടിക്കാനെ. കുറെ ബോഡി ഉണ്ട്, അതൊക്കെ അതിന് ശേഷം പറക്കണ്ടേ. ഇതാണ് എളുപ്പപ്പണി കേട്ടാ. ഒരു 3.5 ലക്ഷം ആക്കണം. ഇത് നടക്കണം. പ്രശ്നം ചത്ത് 1.5 പറഞ്ഞപ്പോ തിരിച്ചു കൊണ്ടുപോടല്ലേ. ഒരു മിനിറ്റ് ഞാനേ നിനക്ക് എന്തെങ്കിലും ഞാൻ പറ്റി നിൽക്കടാ. എന്റെ പൊന്നെ എന്നെ കൊന്നു വന്നവര് മതിയില്ലേ. അയ്യോ വന്നേക്കുന്നത് അടികൊള്ളും. അവനൊക്കെ പണ്ണു മിക്കാറും കേട്ടാ. വെറുതെ ആർമർ ഡാമേജ് ചെയ്യും നമ്മുടെ. 1.5 മിനിറ്റിൽ ഞാൻ 3 ലക്ഷം 3.70. ഓക്കെ നമ്മളിതിൽ എല്ലാ ബോസിനും പിടിച്ച് എന്നിട്ടാണ് ഈ സാധനം കളിക്കുന്നത്. എന്നിട്ടും നമുക്ക് പിടിച്ചിക്കാൻ പറ്റുന്നില്ല. എന്റെ ആർമർ പൊട്ടി സൗണ്ടാണ് കേട്ടെ. എന്താ ഉറങ്ങുന്ന എന്തായാലും ഉറങ്ങല്ലേ. ഞാൻ കുറച്ച് ബോസിന് ഇറക്കി തരാം. എണീക്കല്ലേ. എന്റെ പൊന്നടവേ ഒന്നും എടാ എടാ എല്ലാം മറ്റേക്ക് ചാവള തടന്നാലും കിടക്കട്ടെ. തോറ്റടാ, ഇതൊന്നും തോറ്റ്. അയ്യോ നമ്മളെ 3 സ്റ്റാബ്. അപ്പൊ ഇതും മൂഞ്ചി കേട്ടോ. ഒക്കെ കിടക്കുന്ന കിടപ്പം നോക്കിയേ. എല്ലാം തീർന്നു. ഓറാ എല്ലാതും പോയി. ഓരോ കിടക്കുന്നു ഒക്കെ ചത്ത്. തിരിക്കാൻ കിടക്കുക. വാ തിരിച്ചു കയറി വാ. ഇനിയിപ്പോ ഒന്നുമില്ല. സ്ഥലം വൃത്തിയാക്കട്ടെ. എങ്ങനെ അടിക്കാനാണ് ഞാൻ പകുതി പോലും ആക്കില്ല കേട്ടാ. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിട്ട് 3 സംതിങ് ആക്കി. അതിലെനിക്ക് അഭിമാനിക്കാം. ആ ഇല്ലേ എടാ നിന്നെ കൊണ്ടൊക്കെ വല്ല ഉപകാരം ഉണ്ടോടാ. അവനെക്കാട്ടി വലുപ്പല്ലേ നീ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അത് നമ്മൾ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ജയിക്കൊന്നും എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് കാണിച്ചില്ലെന്നുള്ളതുള്ളൂ. ഇതിൻ്റെ ഫൈറ്റ് നൈസാണ്. കുറച്ച് ആൾക്കാർ 4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതൊക്കെ പൊട്ടി. അപ്പോൾ ബൈ ബൈ.
ടാറ്റ. ഇതാവും പാൽവേണ്ട അവസാനത്തെ വീഡിയോ മിക്കവാറും. അല്ലല്ല, അടുത്ത വീഡിയോ ആയിരിക്കും. നമ്മളെ എഗ് കാച്ചിങ് ആവും അവസാനത്തെ വീഡിയോ കേട്ടോ. ഇത് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ബൈ ബൈ ടാറ്റ.